മലയാളത്തിൻ്റെ മോഹൻലാൽ ഈ വർഷം ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്ന ഈ ചിത്രം ഇപ്പോൾ അതിമനോഹരം ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം L367 അതായത് നമ്മുടെ വിഷ്ണുമോഹൻ സംവിധാനം ചെയ്യുന്ന ഗോപാലൻ നിർമ്മിക്കുന്ന ചിത്രം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ എനിക്ക് തോന്നുന്നു ചിലപ്പം ഷൂട്ടിംഗ് ചിലപ്പം മാറ്റി വെക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഇന്നലെ അനൗൺസ് ചെയ്ത ചിത്രം വളരെയധികം പ്രതീക്ഷയുള്ള ചിത്രമാണ്. കാരണം അതിൻ്റെ സംവിധായകൻ്റെ പേര് തന്നെ മതി, അത് മോഹൻലാലൂടെ ഒന്നിക്കും എന്ന് പറയുമ്പോൾ പിന്നെ അതിന് മണ്ടക്കേക്ക് ഒരു ഹൈപ്പ് വേണ്ട. കാരണം ദിലീഷ് പോത്തൻ ചിത്രം ചെയ്തു കഴിഞ്ഞാൽ ആ ചിത്രം 99% അല്ല 100% ഹിറ്റ് ആക്കും എന്നുള്ളൊരു എല്ലാവർക്കും അങ്ങനെ ഒരു പേര് സമ്പാദിച്ചിട്ടുണ്ട് ദിലീഷ് പോത്തൻ ചിത്രം. മാത്രമല്ല ദിലീഷ് പോത്തൻ ചെയ്യുന്ന ചിത്രങ്ങളെല്ലാം അതുപോലെ നല്ല ക്വാളിറ്റിയുമാണ്, എന്നാൽ കൊമേഴ്സ്യലി ഹിറ്റുമാണ്. അത് മോഹൻലാലുമായിട്ട് ഒന്നിക്കുമ്പോൾ അതിൻ്റെ സിനിമയുടെ പേര് നെടുങ്കണ്ടം മിറാക്കിൾ എന്നാണ്. ആ പോസ്റ്ററിൽ തന്നെ ആരുടെയും ഫേസ് ഒന്നും കാണിക്കാൻ ഒരു പ്രത്യേക രീതിയിലുള്ള പോസ്റ്ററൊക്കെയാണ്. ആസിഫ് അലിയൊക്കെ ഇതിനകത്ത് താരങ്ങളായി വരുന്നുണ്ടെന്നും പറയുന്നുണ്ട്. ഒരു ആക്ഷൻ ഫാന്റസി ഹൊറർ മൂഡൊക്കെ ഉള്ള ചിത്രമാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു തട്ടുപൊളുപ്പൻ സിനിമ തന്നെ ആയിരിക്കും. അത്യാവശ്യം എല്ലാ ഓഡിയൻസിനെയും ഇഷ്ടപ്പെടുന്ന ഒരു ദിലീഷ് പോത്തൻ ചിത്രമായിരിക്കും. സംശയം വേണ്ട. മോഹൻലാൽ എന്ന് പറയുന്ന നടനെ കിട്ടുമ്പോൾ ഉറപ്പായിട്ടും അഭിനയ തികവൂടെ എന്തായാലും കാണിക്കാൻ മാക്സിമം ദിലീഷ് പോത്തൻ ശ്രമിക്കും. കാരണം ഇതിൻ്റെ ക്രൂ എല്ലാം അടിപൊളിയാണ്. ശ്യാം പുഷ്കറാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റിങ്, അതുപോലെ തന്നെ സുഷീൻ ശ്യാമാണ് ഇതിൻ്റെ മ്യൂസിക്, ഷൈജു ഖാലിദാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി. ടോപ്പ് നോച്ച് താരങ്ങളാണ് എല്ലാത്തിനും വന്നിരിക്കുന്നത്. അതുകൊണ്ട് സിനിമയുടെ എല്ലാ ടെക്നിക്കൽ സൈഡെല്ലാം സൂപ്പറാണ്. പിന്നെ ദിലീഷ് പോത്തൻ എന്ന് പറയുന്ന സംവിധായകനും ശ്യാം പുഷ്കറോട് ചെയ്യുമ്പോൾ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കുകയും ചെയ്യും. മോഹൻലാലോട് വരുമ്പം എക്സ്ട്രാ സൂപ്പറായിരിക്കാം. എന്തായാലും ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന അടുത്ത വർഷമായിരിക്കും റിലീസ്. കാത്തിരിക്കുന്ന 2027 സിനിമ തന്നെയാണ് നെടുങ്കണ്ടം മിറാക്കിൾ.